Praise the Lord. Hallelujah. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഞായറാഴ്ച ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് നമ്മൾക്ക് കൃപ ചെയ്തു. പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയായി തീർന്നവർ കരങ്ങളെ തട്ടി അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പകൽ വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ ആദിപിതാക്കന്മാർ ആത്മാവിനെ സത്യത്തിലും ആരാധിച്ചതുപോലെ ആരാധിപ്പാൻ ഇടയായി തീർന്നല്ലോ. ഇന്ന് രാത്രി നന്ദിയുള്ള ഹൃദയത്തോടെ പിന്നെയും ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. എല്ലാ കണ്ണുകളും അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ ഞങ്ങളെങ്കിൽ വാഴ്ത്തുന്നു, ഞങ്ങളെങ്കിൽ സ്തുതിക്കുന്നു. ഈ ആഴ്ചയുടെ പ്രാരംഭ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ സ്തുതിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കൃപ ചെയ്തു. ഈ രാത്രി അവിടുന്ന് ചെയ്ത സകല ഉപകാരങ്ങൾക്കും നന്ദിയുള്ളവരായി അങ്ങേ സ്തുതിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. ഉയരത്തിലെ കൃപ അധികമായി ഞങ്ങളുടെ മേൽ പകരുമാറാകണമേ എന്ന് അവിടുത്തെ പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വെയിലാറിയപ്പോൾ ഏദൻ തോട്ടത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ ആക്കി വെച്ച ആദമിനെ ഹവ്വയുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവം അവരെ കാണാൻ കഴിയാതെ അവരെ വിളിച്ചതുപോലെ ഈ സന്ധ്യയിൽ പലരും മറഞ്ഞിരിക്കുമ്പോൾ മറ കൂടാതെ കണ്ട് അവരെ സ്നേഹിക്കുന്ന, അവർക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയാകേണ്ടതിനാൽ കർത്താവ് കൂട്ടായ്മയിൽ കടന്നു വരുന്ന എല്ലാവരെയും ദൈവം അവരെ അനുഗ്രഹിക്കണമേ. പാടുവാൻ പ്രാർത്ഥിക്കാൻ കൃപ നൽകണമേ. വചനങ്ങൾ ഇന്ന് രാത്രി ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ. ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി ചില വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വരുവാൻ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി അനുകൂലമായി ചലിപ്പാൻ സ്വർഗ്ഗമിടയാക്കണമേ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ചില രോഗികൾ സൗഖ്യമാകുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, ഭാവികൾ മനം തിരിയുവാൻ ഉതകുന്ന ജീവന്റെ വചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഇന്ന് രാത്രി ചില വ്യക്തികളിൽ, ചില കുടുംബങ്ങളിൽ വെളിപ്പെടുവാൻ സ്വർഗ്ഗമിടയാകണം. കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. അവർക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം പാടുമോ കർത്താവിന്റെ നാമം മഹിമപ്പെടുവാൻ സ്വർഗ്ഗമിടയാകണം. അടിയനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ കർത്താവെ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന കർത്താവെ വ്യക്തികളെ, കുടുംബങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. മഹത്വം അവിടത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥനകൾക്കായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ സന്ധ്യാവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഒരു പാട്ട് ചേർന്ന് പാടും. നമുക്ക് കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഇന്നു കണ്ട മിശ്രമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട മിശ്രമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ബാലനിന്റെ കൂടാരത്തിൽ അടുകയില്ല, ബാലനിന്റെ കൂടാരത്തിൽ അടുകയില്ല. നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല. ചെങ്കടൽ പിളർന്നു വഴിതുറക്കും, യോർദാൻ രണ്ടായി പിളർന്നു മാറും. ചെങ്കടൽ പിളർന്നു വഴിതുറക്കും, യോർദാൻ രണ്ടായി പിളർന്നു മാറും. എരിഹോ നിൻ മുമ്പിൽ ഇടിഞ്ഞു വീഴും. യേശുവിൻ നാമത്തിൽ ആർത്തിടുമ്പോൾ എരിഹോ നിൻ മുമ്പിൽ ഇടിഞ്ഞു വീഴും. യേശുവിൻ നാമത്തിൽ ആർത്തിടുമ്പോൾ
ശക്തികൾ നിന്നെ തൊടുകയില്ല. സൈന്യത്തിൻ്റെ നായകൻ കൂടെയുള്ളപ്പോൾ മനുഷ്യശക്തികൾ നിന്നെ തൊടുകയില്ല. ഇന്നു കണ്ട ഇസ്രായേലിനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. അവൻ ഇന്നു കണ്ട ഇസ്രായേലിനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. അവൻ പാദത്തിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. അവൻ പാദത്തിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. കണ്ടാം ഇസ്രായേലിനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. അവൻ ഇന്നു കണ്ട ഇസ്രായേലിനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. അവൻ പാദത്തിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. അവൻ പാദത്തിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. Praise the Lord. Hallelujah. Hallelujah. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പകൽ കർത്താവിനെ ആരാധിപ്പാൻ, കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ മകൾ ഭാഗ്യം. ആമേൻ. അതെ, അനുഭവിച്ചവർ, ഹല്ലേലൂയ, ദൈവ സാന്നിധ്യം അനുഭവിച്ചവർ, ആമേൻ, കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ഈ രാത്രിയിൽ പിന്നെയും കർത്താവിന്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ആമേൻ നമ്മെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നല്ലോ. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപ എത്രയോ വലിയതാണ്. ഹല്ലേലൂയ. ഭാരങ്ങളുടെയും വേദനകളുടെയും കഷ്ടതകളുടെയും പ്രതികൂലത്തിന്റെ നടുവിൽ തളരാതെ കണ്ട് പതറാതെ കണ്ട് നിൽക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ. നാം പാടിയതുപോലെ ബാധ കൂടാരത്തിൽ അടുക്കുകയില്ല. ഹല്ലേലൂയ. ഒരു ദോഷവും തട്ടാതെ കണ്ട് ദൈവം തന്റെ മക്കളെ അവിടെ ഇവിടങ്ങളായി സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നല്ലോ. ഹല്ലേലൂയ. പരിശുദ്ധൻ, മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മഷിഹ. ഹല്ലേലൂയ. 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 ആമേൻ. ഹല്ലേലൂയ. 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 ആമേൻ. അവൻ അത്ഭുത മന്ത്രിയ ദൈവം, നിത്യസാധന വീരന ദൈവം, ഉന്നത ദേവൻ, നീതി സൂര്യൻ, രാധാ ഇന്ന് രാത്രി പിന്നെയും നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ വചനം ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കളെയും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം ചൊല്ലുകയാണ്. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. അവിടുത്തെ കൃപയ്ക്കുള്ളിൽ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ആമേൻ നമ്മുടെ കണ്ണുകൾ ഒരിക്കൽ കൂടെ അടയ്ക്കാം. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും
വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ തിരുവചനം ശ്രവിപ്പാനായി അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രിയിലും അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തന്നാട്ട് വചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകിയാണ്. ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ അങ്ങ് വെളിപ്പെടുത്തണമേ. ചില പാപികൾ മനം തിരിയുവാൻ, ആമേൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, രോഗികൾ സൗഖ്യമാകുവാനിടയാകും, നാമം മഹത്വപ്പെടുവാനിടയാകും. ആദ്യോടൊന്ന് പരിശുദ്ധാത്മാവാൻ ദൈവം കൂടെ ഇരുന്നാൽ മഹത്വം അവിടത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ചിരിച്ചോണ്ടൊരു ഹാലലുയ പറഞ്ഞാൽ ഹാലലുയ. അതെ, നിങ്ങളുടെ പൈതൃകം അറിയാമോ? ഈ ഒരു ചോദ്യത്തോടു കൂടെയാ ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ ആരംഭിക്കുന്നത്. നിങ്ങളുടെ പൈതൃകം അറിയാമോ? ഹല്ലേലൂയ. അതിനാധാരമായി യെശയ്യാപ്രവാചകന്റെ പുസ്തകം 54 അധ്യായം 17 വാക്യമാണ് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമുക്ക് നൽകിയിരിക്കുന്നത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 54 അധ്യായം അതിന്റെ 17 വാക്യം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 54 അധ്യായം 17 വാക്യം. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എന്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെ ആകുന്നുവെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, എനിക്കും നിനക്കും ആമേൻ എതിരെ ഉയരുന്ന വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ആമേൻ. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എന്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെ ആകുന്നുവെന്ന് യഹോവ അരുളി ചെയ്യുന്നു. സന്തോഷമുള്ളവർ കരങ്ങളെ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് നേരെ ഉയർന്നു വരുന്ന ആമേൻ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, ആമേൻ അവരെ ജയിക്കാതെ കണ്ട് ആമേൻ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വരുവനായ ദൈവത്തിന്റെ കരം അവരോട് കൂടെ ഇരുന്ന് ആമേൻ അവരെ മുൻപോട്ട് നയിക്കുമെന്ന് അതേ പറഞ്ഞാൽ എത്ര പേർ ആമേൻ പറഞ്ഞ് കരമടിച്ച് ഇന്ന് രാത്രി കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ആമേൻ. നിനക്ക് നേരെ രൂപപ്പെടുന്ന ആമേൻ, നിനക്ക് നേരെ ഉയർന്നു വരുന്ന ആമേൻ ഒരു ആയുധവും ഒരു പ്രതിസന്ധിയും ഒരു വെല്ലുവിളിയും ആമേൻ വിജയിക്കുകയില്ല. ഹല്ലേലൂയ. ആമേൻ. ന്യായവിധിയിൽ ആമേൻ നിനക്ക് എതിരായി എഴുന്നേൽക്കുന്ന സകല നാവുകളും ആമേൻ നീ കുറ്റം വിധിക്കും. ഹല്ലേലൂയ. ഇത് യഹോവയുടെ ദാസന്മാരുടെ അവകാശമാണ്. ഹല്ലേലൂയ. നിന്റെ അവകാശത്തെ കവർന്നെടുക്കുവാൻ, നിന്റെ നന്മയെ അപകരിക്കുവാൻ, നിന്റേതായ അതേ സമസ്ത മേഖലകളിൽ നിന്റെ ഭാര്യയാകട്ടെ, നിന്റെ മക്കളാകട്ടെ, ആമേൻ നിന്റെ ഉപജീവന മാർഗമാകട്ടെ, നിന്റെ ആമേൻ വരുമാന മാർഗമാകട്ടെ, ആമേൻ അതിനെ അപകരിക്കുവാൻ ഒരു ദുഷ്ടനും കഴിയാത്ത വിധത്തിൽ പരിചയാൽ, കോട്ടയാൽ വെളിപ്പെട്ട് വരുന്ന രക്ഷയാകുന്ന, പാറയാകുന്ന, സങ്കേതമാകുന്ന ദൈവം നിന്നോട് കൂടെയുണ്ടെങ്കിൽ ഒരു ആയുധം നിന്റെ മേൽ അതേ തറയുവാൻ ഇടയാകാത്ത വിധത്തിൽ, പതിയുവാൻ ഇടയാകാത്ത വിധത്തിൽ പരിചയായി വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയിലും വിശ്വസിക്കുന്ന അതേ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് ആമേൻ പറഞ്ഞാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യെശയ്യാവിലെ ആമേൻ
പ്രവാചകന്റെ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ഇസ്രായേൽ ജനത്തിന് ബലമായി ഉയരത്തിലെ ദൈവം അവരെ കേൾപ്പിച്ച ദൈവിക ദൂത ഈ പുതിയ നിയമ ഇസ്രായേൽ ജീവിക്കുന്ന ദൈവ പൈതലെ, നിനക്കെതിരെ ഉയരുന്ന ഒരു വെല്ലുവിളിക്കും ഒരു ആയുധത്തിനും നിന്നെ തകർക്കുവാൻ കഴിയാത്ത വിധത്തിൽ ലോകത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും കൂടെയിരിക്കാമെന്ന് വാക്കു പറഞ്ഞ ആ കർത്താവ് അഗ്നികാലക്കെട്ട് കണ്ണുള്ളവൻ, വെള്ളോട്ടിന് സദൃശ്യമായ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച കാലുള്ളവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവൻ. ഹല്ലേലൂയ. അതെ ആമേൻ. അതെ, ആ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നവൻ. ഹല്ലേലൂയ. 7 പൊൻനിലവിളക്കുകളെ കാണിക്കുന്നത് 7 സഭയെയാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പുതിയ നിയമ ഇസ്രായേല് ആമേൻ ദൈവസഭയുടെ അംഗമായിരിക്കുന്ന ഞാനും നീയും തകർന്നു പോകാതിരിക്കേണ്ടതിന് ആമേൻ മുൻപടയായി പിൻപടയായി ഇസ്രായേലിനോട് കൂടെയിരുന്ന ദൈവം ഇന്ന് രാത്രി കൂടെയുണ്ടെന്ന് തിരിച്ചറിയുന്നവൻ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ. ഓരോ ആയുധത്തിനും നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല, നിന്റെ നന്മയെ അപകരിക്കുവാൻ കഴിയത്തില്ല. ആമേൻ. അങ്ങനെ അപകരിക്കുന്ന ആ കള്ളനെ വെട്ടി വീഴ്ത്തുവാൻ, ദുഷ്ട പിശാചിനെ തകർക്കുവാൻ ഉതകുന്ന ഉയരത്തിലെ ബലം, പകകളിൽ തേളുകളിൽ ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് പറഞ്ഞ ആ കർത്താവിന്റെ അധികാരം ഉപയോഗിച്ച് നിന്റെ നന്മയെ അപകരിക്കുവാൻ മറഞ്ഞിരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളെ വെട്ടി വീഴ്ത്തുവാൻ ഉതകുന്ന ഉയരത്തിൽ അഭിഷേകത്താൽ നിറയെ നീ ജയത്തോടെ മുൻപോട്ട് പോകുവാൻ തക്കവന്ന് ഹല്ലേലൂയ നിന്നെ ശക്തീകരിക്കുന്ന, നിന്നെ ബലപ്പെടുത്തുന്ന ദൈവം. ഹല്ലേലൂയ. അവന്റെ മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ഉലാവുകയാ. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അതെ, 24-ാം വാക്യം. ഹല്ലേലൂയ. 54-ന്റെ 24-ൽ ആമേൻ. ഹല്ലേലൂയ. സോറി. ആമേൻ. അതെ, യഹോവയിൽ മാത്രം 49-ന്റെ 20. ഹല്ലേലൂയ. അതെ, യഹോവയിൽ മാത്രം നീതിയും ബലവും ഉണ്ട് എന്ന് ഓരോരുത്തൻ പറഞ്ഞുകൊണ്ട് അവന്റെ അടുക്കലും ചെല്ലും. ഹല്ലേലൂയ. അവനോട് കോപിക്കുന്നവരൊക്കെയും ലജ്ജിച്ചു പോകും. ദൈവത്തിന്റെ പൈതലേ, ആമേൻ, നിനക്കെതിരെ ഉയർന്നു വരുന്ന വ്യക്തി ജീവിതങ്ങൾ ആരുമാകട്ടെ, നിനക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ ആരുമാകട്ടെ, വചനം പറയുന്നു യഹോവയിൽ മാത്രമാണ് നീതിയും ബലവും ഉള്ളത്. ഹല്ലേലൂയ. ആ നീതിയും ബലവും ഉള്ള ആ ദൈവത്തിൽ ആമേൻ ആശ്രയിച്ചുകൊണ്ട് ഓരോരുത്തർ ആമേൻ പറഞ്ഞുകൊണ്ട് അവന്റെ അടുക്കൽ ചെല്ലും. ആമേൻ. അവനോട് കോപിക്കുന്നവരൊക്കെയും ലജ്ജിച്ചു പോകും. ഹല്ലേലൂയ. യഹോവയിൽ ഇസ്രായേൽ സന്തതി എല്ലാം നീതീകരിക്കപ്പെട്ട് പുകഴും. ഹല്ലേലൂയ. ആമേൻ. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യ രക്തത്താൽ കഴുകൽ പ്രാപിച്ചുകൊണ്ട് ആമേൻ അതേ ദൈവസന്നിധിയിൽ പുകഴുവാൻ തക്കവണ്ണം ഒരു മനുഷ്യനെ പ്രാപ്തിയുള്ളവനാക്കി മാറ്റുന്ന ദൈവത്തിന്റെ രക്ഷയുടെ പദ്ധതി തിരിച്ചറിഞ്ഞ് നീതീകരിക്കപ്പെട്ടവരായി ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ ഇന്ന് രാത്രി ലൈവിൽ എന്നോടൊപ്പം ഉണ്ട്. മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അതെ, നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, സ്നാനപ്പെട്ട ദൈവ പൈതലേ, വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ഹല്ലേലൂയ ലജ്ജിച്ച് അമ്പരന്ന് പോകും. ഹല്ലേലൂയ. നിന്നോട് വാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും. ഹല്ലേലൂയ. ഇന്ന് പകൽ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ദുഷ്ടാസേനകളോടുമാണ്. അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, നിനക്കെതിരെ ആര് മറഞ്ഞിരുന്ന് ഒളിയമ്പുകൾ വിട്ടാലും, അതേ മന്ത്രവാദ ആഭിചാര ശുദ്ര പ്രയോഗങ്ങൾ നടത്തിയാലും അത് നിന്നെ തകർക്കത്തില്ല. കാരണം വചനം പറയുന്നു നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും. നിന്നോട് വാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും. ഇന്ന് പകലിലും നിന്നെ വാദിച്ച് നിന്നെ പരാജയപ്പെടുത്തുവാൻ നമുക്കറിയാം കോടതിയിൽ വാദിക്കുന്ന വക്കീലുമാരുണ്ട്. ആമേൻ. ദൈവ പൈതലേ, നിന്നെ വാദിച്ച് ഇല്ലാതാക്കാൻ പിന്തുടരുന്ന അന്ധകാര വ്യാപാര ശക്തിയോട് പൊരുതി ജയിക്കുവാൻ നീ കഴിക്കുന്ന ആധാരത്തിന്റെ ബലം കൊണ്ട് പറ്റത്തില്ല, പഠിച്ച ഡിഗ്രി കൊണ്ട് പറ്റത്തില്ല, സമ്പാദിച്ച കാശ് കൊണ്ട് പറ്റത്തില്ല. പിന്നെയോ നീതിമാന്മാരായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ മുഴങ്ങാൽ മടക്കുമ്പോൾ ഉയരത്തിൽ അഭിഷേകം നിന്റെ മേൽ ചലിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം
മുഖങ്ങൾ തകരും ഇന്ന് രാത്രി. ഓ അഭിഷക്തന്മാരെ, നിന്നിൽ വ്യാപരിച്ചിരിക്കുന്ന അഭിഷേകത്തിന്റെ പുഷ്ടി മുഖത്തെ തകർക്കുന്നത് ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഞാൻ ദാവീദിന് നീതിയുള്ള ഒരു മുളയെ ഉത്ഭവിപ്പിക്കുന്ന കാലം വരും. ആമേൻ. നാളുകളായി ആമേൻ അതെ ഉയർന്നു പൊന്തിക്കൊണ്ടിരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളെ അതെ ഇല്ലായ്മ ചെയ്യുവാൻ, അതിനെ തകർക്കുവാൻ ഉതകുന്ന ഒരു തലമുറയെ ദൈവം അത് എഴുന്നേൽപ്പിക്കുമെന്നുള്ള ആ വാക്കത്ത് ദാവീദിന് നീതിയുള്ള ഒരു മുളയെ ഉത്ഭവിക്കുന്ന കാലം വരും. അവൻ രാജാവായി വാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും നടത്തും. ആ മുളയത്തിലെ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. അതെ ഏദനിൽ അതെ മനുഷ്യന് അതെ ജീവിക്കുവാൻ കൃപ ലഭിച്ച ആദാമിന്റെ ഹവ്വയുടെ തലമുറയെ തകർത്ത് തുടർന്ന് ഇങ്ങോട്ട് ചരിത്രം പഠിച്ചു വരുമ്പോൾ ആമേൻ ഓരോ കുടുംബത്തിലും പിറക്കുന്ന തലമുറകളെ തകർത്ത് ഓരോ തലമുറകളും പുറത്തു വരാതിരിക്കുവാൻ ആമേൻ സ്ത്രീയുടെ ഉദരത്തെ അടച്ച് അങ്ങനെ ദുഷ്ട പിശാച് കൊടികുത്തി വാണുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ അതെ ഏദനിൽ ആമേൻ അതെ ശപിക്കപ്പെടുവാൻ അതേ കാരണമായ ആ പിശാച് നിമിത്തം ആമേൻ ശപിക്കപ്പെട്ട ഭൂമിയിൽ പിറന്നു വീഴുന്ന ആമേൻ തലമുറയ്ക്കുടെ ആമേൻ കൂട്ടത്തിൽ അവരെ ആമേൻ നീതിബോധത്തിലേക്ക് അവരെ ദൈവത്തിങ്കിലേക്ക് കൈപിടിച്ച് നടത്തുവാൻ കഴിവുള്ള ശക്തിയുള്ള ഒരു തലമുറ ദാവീദിന്റെ വംശാവലിയിൽ നിന്ന് എഴുന്നേറ്റ് വരുമെന്നുള്ള ദൈവത്തിന്റെ പ്രവചനത്തിന്റെ നിവൃത്തിയാണ് ആമേൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ജനനം. ഹല്ലേലൂയ. ആമേൻ. ഇന്നേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം ഹല്ലേലൂയ ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി അതെ ആ മറിയയിലൂടെ ഈ ഭൂമിയിലേക്ക് ജനിച്ച കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. അവൻ രാജാവായി വാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും നടത്തും. ആമേൻ. ഇതു ഹേതുവായി നിങ്ങളിൽ പലരും ഹല്ലേലൂയ ഏതു ഹേതുവായി ഹല്ലേലൂയ ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. ആമേൻ. അതെ ശ്രദ്ധിച്ച് കേൾക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ സ്മരിക്കുന്ന ഓർക്കുന്ന കർത്താവിന്റെ മേശയോടുള്ള ബന്ധത്തിൽ ആമേൻ അടുത്തു വരുന്ന ആമേൻ വ്യക്തി ജീവിതങ്ങൾ അതെ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം ഭക്ഷിക്കുവാനും പാനപാത്രം കുടിക്കുവാനും. എന്താ അപ്പത്തെ കാണിക്കുന്നത്? എന്താ വീഞ്ഞിനെ കാണിക്കുന്നത്? മുഴു മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയുടെ ആ മലമുകളിൽ തകർക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ ആ ശരീരത്തിന്റെ ഓർമ്മയ്ക്കായി ആ വ്യതകളെ ഓർത്തുകൊണ്ട് ആ ക്രൂശിൽ കിടക്കുന്ന യേശു എന്റെ പാപത്തിന് വേണ്ടിയാണ്, എന്റെ ശാപത്തിന് വേണ്ടിയാണ്, എന്റേതാകുന്ന വീണ്ടെടുപ്പിന് വേണ്ടിയാണ്, എന്റെ നിത്യതയ്ക്ക് വേണ്ടിയാണ് തകർക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഓർത്ത് വാങ്ങി ഭക്ഷിക്കുവാൻ അടുത്തു വരുന്ന ഒരു ദൈവ പൈതൽ ആമേൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ആ അപ്പം ഭക്ഷിക്കുവാൻ. അതെ ആ വീഞ്ഞ് കാണിക്കുന്നത് ആമേൻ കർത്താവായ യേശു ക്രിസ്തു ആമേൻ കാൽവറിയിൽ നമുക്ക് വേണ്ടി ഒഴുക്കിയ രക്തത്തെയാണ്. ദൈവമക്കളെ രക്ഷിക്കപ്പെട്ടതാ, സ്നാനപ്പെട്ടതാ, ദൈവകൃപയിലാ. പക്ഷേ ഒരു വ്യവസ്ഥ ദൈവം വെച്ചു. ആമേൻ കാൽവറിയിൽ യാഗമായ യേശു ക്രിസ്തുവിനെ സ്മരിക്കുന്ന ഈ ശുശ്രൂഷയോട് അടുത്തു വരുന്നവർ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഇത് ഭക്ഷിക്കുവാൻ. ഹല്ലേലൂയ. അതെ ഏദനിൽ മനുഷ്യനോട് ദൈവം പറഞ്ഞു ആമേൻ തോട്ടത്തിലുള്ള സകല വൃക്ഷത്തിന്റെ ഫലവും തിന്നാം, എന്നാൽ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം എന്ത് ചെയ്യരുത്? തിന്നരുത്. ആമേൻ. തിന്നുന്ന നാളിൽ നീ മരിക്കും. ആമേൻ. ശ്രദ്ധിക്കണമേ. തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് പറഞ്ഞത് ജഡീക മരണമല്ല, ആത്മീയ മരണമാണ്. ഹല്ലേലൂയ. എന്നാൽ ആമേൻ അവരത് തിന്നു, അവിടെ ആത്മീയ മരണം സംഭവിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ആത്മീയ മരണം സംഭവിച്ചപ്പോൾ ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പ്, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു. അങ്ങനെ അവരുടെ കുടുംബത്തിൽ ജനിച്ച തലമുറകളിൽ ഒരുവൻ കൊലപാതകനായി മാറി. അങ്ങനെ മനുഷ്യന്റെ ജീവചരിത്രം പഠിച്ചത് ആടോട്ട് വരുമ്പോൾ നോഹയുടെ കാലഘട്ടങ്ങളിൽ അനേകര് തകർന്നുകൊണ്ടിരിക്കുമ്പോൾ നീതിമാനായി ജീവിക്കുവാൻ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ആമേൻ. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അബ്രഹാം. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഇന്നും ദൈവ പൈതലായി ജീവിക്കുവാൻ കൃപ ലഭിച്ചവര് ഇന്ന് രാത്രി വചനം ശ്രദ്ധിക്കുന്നെങ്കിൽ കരമടിച്ചൊന്ന് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. അത് അതിനു മുമ്പ് ജനിച്ചവരിലൂടെയൊക്കെ ദൈവം തന്റെ
സന്ദേശം ദൈവം തന്നെ ആലോചന ജനത്തിന് കൊടുത്തുകൊണ്ടിരുന്നു. എന്നാൽ അവരൊന്നും ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഉയർന്നു വരാതെ ദുഷ്ടപിശാച് അവരെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ദുഷ്ടപിശാചിന്റെ കയ്യിൽ നിന്ന് പൂർണ്ണമായി വിടുവിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്ന ക്രിസ്തു, ഹല്ലേലൂയ, ആമേൻ, ആ ക്രിസ്തുവിലൂടെ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് വളരെ വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ പരിജ്ഞാനം പ്രാപിക്കുന്നവർക്ക് മാത്രമേ ദൈവസന്നിധിയിൽ ആമേൻ അതെ സന്തോഷത്തോടെ സമാധാനത്തോടെ ആരാധിക്കുവാനോ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തിന് ആമേൻ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കൊടുത്തിരിക്കുന്ന അവസരം സന്തോഷത്തോടെ ജീവിക്കുവാനും കഴിയത്തുള്ളൂ. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി മാറിയിരിക്കുന്നവർ കർത്താവിന്റെ മടങ്ങിവരവ് വരെയും അനുഷ്ഠിക്കുവാനായി അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന കർത്താവിന്റെ മേശ എന്തിനാണെന്ന് ചോദിച്ചാൽ ഓരോ ആഴ്ചയിലും കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ അത് എടുക്കുമ്പോഴെല്ലാം കർത്താവായ യേശു ക്രിസ്തു ആമേൻ എനിക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി പിശാചിന്റെ തലയെ തകർത്ത് മരണത്തെയും പാതാളത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ് യേശു എന്റെ ദൈവമാണെന്ന് പ്രഖ്യാപിക്കുകയാ. അതെ, പിശാചിനോട് പൊരുതുവാനുള്ള അതെ ആ ശക്തി അവൻ ഏറ്റെടുക്കുകയാ. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ഈ കർത്താവിന്റെ തിരുമേശയോട് അടുക്കുന്നവർ സ്വയം എന്ത് ചെയ്യണം? ശോധന ചെയ്യണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു. ഹല്ലേലൂയ. അപ്പോ ദൈവമക്കളെ, രക്ഷിക്കപ്പെട്ടവര് സ്നാനപ്പെട്ടവര് ഇന്ന് രോഗികളായി തുടരുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഈ രോഗം അതെ നിലനിൽക്കുന്നത്? ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഞാൻ ബലഹീനനായിക്കൊണ്ടിരിക്കുന്നത്? ആമേൻ വളരെ വ്യക്തമായി പറയുന്നു. പുതിയ നിയമ വിശ്വാസികൾ കർത്താവിന്റെ മേശയോട് അടുക്കുമ്പോൾ തന്നെത്താൻ ശോധന ചെയ്യണം. എന്താ ശോധന ചെയ്യേണ്ടത്? ദൈവിക പരിജ്ഞാനം പ്രാപിക്കാതെ, സഹോദരനെ നിസ്സാരനായി കണ്ടുകൊണ്ട്, ആമേൻ വചനത്തിന്റെ വ്യവസ്ഥ പാലിക്കാതെ കണ്ട് ഈ കർത്താവിന്റെ മേശയിൽ നിന്ന് പങ്കാളിത്തം വഹിക്കുന്നത് കൊണ്ട് പലരും എന്ത് ചെയ്യാണ്? ബലഹീനരും രോഗികളുമാകുകയാണ്. പലരും എന്ത് ചെയ്യുക? നിദ്ര കൊള്ളുകയാണ്. എന്ത് നിദ്രയാ? ആത്മീയ മരണം സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. അവർക്ക് ഉണരുവാൻ കഴിയുന്നില്ല, അവർക്ക് ആത്മീയമായി മുന്നേറുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി നാം വായിച്ച ആമേൻ അതെ യശയ്യാപ്രവാചകന്റെ പുസ്തകം 54:17 നിന്നുകൊണ്ട് തിരുവചനം ശ്രദ്ധിക്കുവാൻ ഇന്ന് രാത്രി ആഹ്വാനം ചെയ്തുകൊണ്ട് എന്നെ ഇങ്ങനെ ലൈവിലൂടെ ദൈവവചനം ശുശ്രൂഷിക്കുവാൻ പ്രാപ്തരാക്കിയ സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഞാൻ തുടരട്ടെ. ഒരു പൈതൃകം എന്നതിനർത്ഥം പാരമ്പര്യമായി ലഭിച്ചേക്കാവുന്ന സ്വത്താണ്. ഹല്ലേലൂയ. ഒരു പൈതൃകം എപ്പോഴും സ്പഷ്ടമല്ല, പക്ഷേ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ നേട്ടം പോലുള്ള അദൃശ്യമായേക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കൾക്കായുള്ള ദൈവത്തിന്റെ അദൃശ്യമായ ചില പാരമ്പര്യം ഹല്ലേലൂയ പ്രാരംഭ തിരുവെഴുത്തുകളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഹല്ലേലൂയ. ആമേൻ. അതെ, തീർച്ചയായും നമുക്കെതിരെ രൂപപ്പെടുന്ന ഒരായുധവും എന്ത് ചെയ്യില്ല? വിജയിക്കുകയില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവ പൈതലായി ജീവിക്കുവാൻ നാം സമർപ്പിക്കപ്പെടുമ്പോൾ നമുക്കെതിരെ പോരാട്ടം പ്രബലപ്പെടുകയാണ്. കാരണം അന്ധകാര നിഗൂഢമായ ലോകത്ത് ജനിച്ചു വീണ ഞാനും നിങ്ങളും പാപികളാണ്. പാപം ചെയ്യിപ്പിക്കുവാൻ നമ്മെ അതെ തള്ളിയിട്ട് നശിപ്പിച്ചുകൊണ്ടിരുന്ന ആ പൈശാചികന്റെ കയ്യിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ രക്ഷയുടെ പദ്ധതിയ ഇന്നേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം ഈ ലോകത്തിൽ ജനിച്ച കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഈ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വിശ്വസിച്ച് ദൈവ മക്കളായി ജീവിക്കുന്നവർക്ക് എന്നും പോരാട്ടമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ പോരാട്ടത്തിൽ നാം പരാജയപ്പെടാതിരിക്കുവാൻ ആമേൻ ഉയരത്തിലെ അഭിഷേകത്താൽ ദൈവം നമ്മെ നിറയ്ക്കുക. ഹല്ലേലൂയ. ആമേൻ. അത് പ്രാപിക്കുവാൻ കഴിയണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തെ അറിയണം. ഹല്ലേലൂയ. ഇത് നമ്മെ എല്ലാ ദിവസവും ഹല്ലേലൂയ ആമേൻ ദൈവത്തെ ആരാധിക്കുവാനും ഹല്ലേലൂയ ക്രിസ്തു യേശുവിലൂടെയുള്ള നന്മകളും അനുഗ്രഹങ്ങളും ആമേൻ പ്രാപിക്കുവാനും അവന്റെ ഹിതം ചെയ്യാനും ഹല്ലേലൂയ ആമേൻ പിശാചിനോട്
ഹല്ലേലൂയ, ദൈവം നമ്മെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഹല്ലേലൂയ, ഒരുത്തൻ നിന്നോട് കലശൽ കൂടുന്നുവെങ്കിൽ അത് എന്റെ ഹിതപ്രകാരമല്ല. നോക്കണേ, ആമേൻ. ഒരു ദൈവ പൈതലിനോട് ആമേൻ അതെ കലശൽ ഉണ്ടാക്കുന്നുവെങ്കിൽ, എന്താ കലശൽ? ഹല്ലേലൂയ, ആമേൻ. പ്രശ്നമുണ്ടാക്കുന്നെങ്കിൽ, ബഹളമുണ്ടാക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, അത് എന്റെ ഹിതപ്രകാരമല്ല. ആരെങ്കിലും നിന്നോട് കലശൽ കൂടിയ അവൻ നിന്റെ നിമിത്തം വീഴും. ആമേൻ. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, സ്നാനപ്പെട്ട ദൈവ പൈതലേ, ദൈവ സഭയുടെ അംഗമായി ജീവിക്കുന്ന ദൈവ പൈതലേ, തന്നെത്താൻ ശോധന ചെയ്തിട്ട് കർത്താവിന്റെ തിരുമേശയിൽ നിന്ന് ഭക്ഷിക്കുന്ന ദൈവമക്കളെ, പഴയ നിയമ ഭക്തന്മാർ കർത്താവ് കൊടുത്ത വ്യവസ്ഥയ്ക്കനുസരിച്ച് ജീവിക്കുന്നവരോട് കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാ: ഒരുത്തൻ നിന്നോട് കലശൽ കൂടുന്നുവെങ്കിൽ അത് എന്റെ ഹിതപ്രകാരമല്ല. ഇന്ന് പകലിലും നിനക്കെതിരെ ശബ്ദമുയർത്തി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ പദ്ധതിയും പ്രകാരമല്ല. പിന്നെയോ നിനക്കെതിരെ പ്രതിയോഗിയായി നിൽക്കുന്ന പൈശാചികന്റെ ഇഷ്ടത്താലാണ് അവൻ നിനക്കെതിരെ ശബ്ദമുയർത്തി അവൻ നിന്നെ ബഹളം വെച്ച് നിന്നെ ഇല്ലാതാക്കാൻ ഒരു വ്യക്തിയെ കരുവാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അതൊരു പക്ഷേ നിന്റെ ജീവിത പങ്കാളിയാകാം, അതൊരു പക്ഷേ നിന്റെ മക്കളാകാം, അതൊരു പക്ഷേ നിന്റെ അയൽപക്കംകാരാകാം. അവര് നിരപരാധികളാ. എന്നാൽ നീ രക്ഷിക്കപ്പെട്ട നാളിൽ അതിന് കാരണമായ യേശു ക്രിസ്തു നിമിത്തം ആമേൻ നീ ദൈവമൈതനായി ജീവിക്കുമ്പോൾ അതെ യേശു ക്രിസ്തുവിനും അല്ലെങ്കിൽ പിതാവായ ദൈവത്തിനും ആമേൻ എതിരായി നിൽക്കുന്ന പൈശാചിക ശക്തി നിന്നെ പോലൊരു വ്യക്തിയെ കരങ്ങളിൽ എടുത്ത് നിന്റെ മുമ്പിൽ നിർത്തി നിനക്കെതിരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഹല്ലേലൂയ. ഈ പരിജ്ഞാനം പ്രാപിച്ചവർ ഹല്ലേലൂയ ആമേൻ എന്ത് ചെയ്യണം? ആമേൻ മത്തായി സുവിശേഷം 24 ഹല്ലേലൂയ ഇങ്ങനെ പറയുന്നു: അതിന് യേശു ഉത്തരം പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആമേൻ. അതെ, കലശിലുണ്ടാക്കി വരുന്നവർ നിമിത്തം നീ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ലോകത്ത് ആയിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു സ്ഥാപിച്ച ദൈവസഭയുടെ അംഗമായി മാറ്റപ്പെടുന്ന തന്നെ അനുഗമിക്കുന്ന തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു: ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. അതെ, ദൈവമക്കൾ ഈ മുന്നറിയിപ്പ് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഈ യുഗത്തിൽ ഉടനീളം ഹല്ലേലൂയ ഇത്രയധികം ആളുകൾ വഴിതെറ്റി പോകയില്ലായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകലിലും അനേകര് വഴിതെറ്റി പോയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പരിജ്ഞാനം പ്രാപിക്കാത്തത് കൊണ്ടാണ്. എന്റെ ജനം പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് നശിച്ചു പോകുന്നു. ആമേൻ. എന്റേതായി മാറിയ ആമേൻ അതെ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ്ലീഹ പറയുന്നത്, അന്ധകാരത്തിൽ കിടന്ന നിങ്ങളെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ അതെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗം. ആമേൻ. വിശുദ്ധ ജനം, സ്വന്തം ജനം. ഹല്ലേലൂയ. ഈ ജനം നശിച്ചു പോകാൻ കാരണം പരിജ്ഞാനമില്ലായ്മ കൊണ്ടാണ്. ആമേൻ. ഇവിടെ ആമേൻ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, ആമേൻ, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അന്ത്യകാലമായതുകൊണ്ട് എന്റെ വചനം എടുത്തുകൊണ്ട് അനേകർ വരും. അവർ നിമിത്തം തെറ്റിപ്പോകാതിരിക്കുവാൻ നിങ്ങൾ പരിജ്ഞാനമുള്ളവരാൽ സൂക്ഷിക്കണം, ജീവിക്കണം. ഹല്ലേലൂയ. ഈ മുന്നറിയിപ്പ് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഈ യുഗത്തിൽ ഉടനീളം ഇത്രയധികം ആളുകൾ വഴി തെറ്റിപ്പോകയില്ല. ഹല്ലേലൂയ. ഏറ്റവും നല്ല മനുഷ്യർ പോലും എത്ര എളുപ്പത്തിൽ അവൻ വിജയിക്കാമെന്നും അതിൽ നിന്ന് എത്ര ശ്രദ്ധയോടെ ജാഗ്രത പാലിക്കണമെന്നും അവൻ യേശുവിന് അറിയാമായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു അത് വളരെ വ്യക്തമായി തന്നെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുവാൻ, അവരെ ഉപദേശിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ആമേൻ. മത്തായി സുവിശേഷം 7-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഒരു ഉപമയിലൂടെ യേശു ഇങ്ങനെ പറഞ്ഞു: മകൻ
അപ്പൻ ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? ഹല്ലേലൂയ. മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? ആമേൻ. മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? ഒരിക്കലുമില്ലല്ലോ. അങ്ങനെയെങ്കിൽ അവൻ അതിന് ഓപ്പോസിറ്റ് ചെയ്യുന്നത് ആരാ? പിശാചാണ്. ഹല്ലേലൂയ. അവൻ കള്ളനാണ്. ഹല്ലേലൂയ. നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് അതേ സ്വസ്ഥത ഇല്ലാതാക്കുന്ന, നിന്നെ സ്നേഹിക്കേണ്ടതിന് പകരം നിന്റെ നന്മ അനുഭവിക്കുന്നവർ മറ്റു പലരെ സ്നേഹിക്കുവാൻ ഒരിക്കലും ദൈവം അനുവദിക്കത്തില്ല. അവൻ നിന്റെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുവാൻ, നിന്റെ ജീവിത പങ്കാളി വഴിതെറ്റി പോകുവാൻ, ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ അവൻ അനുവദിക്കത്തില്ല. എന്നാൽ അത് നിനക്കെതിരെ അപ്രകാരം നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ജീവിത പങ്കാളിയിൽ, നിന്റെ തലമുറയിൽ, നിന്റെ ബിസിനസ്സിൽ, നിന്റെ ഉപജീവന മാർഗത്തിൽ നിനക്കെതിരെ ശബ്ദം ഉയർത്തി വാദിച്ച് നിന്റെ നന്മയെ, നിന്റെ അവകാശത്തെ ഇല്ലാതാക്കുന്ന പൈശാചിക പൈതൃകത്തെ, പൈശാചിക ബോധികളെ, പൈശാചിക മണ്ഡലത്തെ തിരിച്ചറിഞ്ഞ് അതിന്മേൽ ജയമെടുത്ത് മുന്നേറുവാൻ ഉതകുന്ന ഉയരത്തിൽ അഭിഷേകം വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് രാത്രിയിലും പകർന്ന് അവർ ജയത്തോടെ ജീവിക്കുവാൻ ഉയരത്തിലെ ദൈവം ഹല്ലേലൂയ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി നീ ആത്മാവിനെ ചോദിച്ചാൽ എത്രയധികം ദൈവം നിനക്ക് നൽകും. ഹല്ലേലൂയ. നീ പരിജ്ഞാനം ചോദിച്ചാൽ ദൈവം എത്രയധികം തരും. ഹല്ലേലൂയ. ആമേൻ. നിന്റെയും എന്റെയും പ്രാർത്ഥനയിൽ ഹല്ലേലൂയ ഈ പരിജ്ഞാനം പ്രാപിക്കുവാൻ, ഈ വചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിക്കുവാൻ, ഇതിന്റെ മർമ്മങ്ങൾ ഒന്ന് വെളിപ്പെടുത്തുവാൻ ആമേൻ എത്ര പേർ പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. ആമേൻ. ഒരിക്കലും നാം ദൈവത്തോട് ചോദിക്കുന്നതിന് ഓപ്പോസിറ്റ് ദൈവം ഒരിക്കലും ചെയ്യത്തില്ല. ഹല്ലേലൂയ. എന്നാൽ ഇതിന് ഓപ്പോസിറ്റ് ചെയ്യുന്നത് ആരാണ്? പിശാചാണ്. ഹല്ലേലൂയ. നിന്റെ നന്മ അനുഭവിക്കുന്ന നിന്റെ തലമുറ നിന്നെ അനുസരിച്ച് നിന്റെ വാക്ക് കേട്ട് ജീവിക്കണമെന്ന ദൈവം ആഗ്രഹിക്കുന്നത്. അവൻ നിന്റെ ജീവിത പങ്കാളി നിനക്ക് തുണയായി, നിനക്ക് സപ്പോർട്ടായി ഇരിക്കണമെന്ന ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിന് ഓപ്പോസിറ്റ് കുടുംബ ജീവിതത്തിനകത്ത് കള വിതച്ച് തകർക്കുന്ന ദുഷ്ട പിശാചിനെ ഇന്ന് രാത്രി തകർക്കുവാൻ ഉതകുന്ന ഉയരത്തിൽ അഭിഷേകം വിശ്വസിക്കുന്നവരുടെ പകരുവാൻ ദൈവം ശക്തനാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തത്. ഹല്ലേലൂയ. റോമാലേഖനം 16-ാം അധ്യായം 18-ാം വാക്യം. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറ്റിനെ അത്രയും സേവിക്കുകയും ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു. ആമേൻ. പിശാച് ഏദനിൽ കയറി വന്ന് ആദാമിന്റെ ജീവിത പങ്കാളിയായ ഹവ്വയെ തെറ്റിച്ച്, ഹവ്വയിലൂടെ ആദമിനെ തെറ്റിച്ച് അവരിലൂടെ ഉണ്ടായ തലമുറകളെയും തെറ്റിച്ച ദുഷ്ട പിശാച് വലിയ തന്ത്രശാലിയാണ്. ഹല്ലേലൂയ. അവന്റെ ഏജന്റന്മാരായി അവന്റെ അനുയായികളായി ഊടാടി സഞ്ചരിക്കുന്ന ദുഷ്ട പിശാച് അനേകരെ കയ്യിലെടുത്ത് ദൈവസഭയ്ക്കകത്തായിരിക്കുന്ന ദൈവജനത്തെ തകർക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹയിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ എഴുതിപ്പിച്ചു. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറ്റിനെ അത്രയും സേവിക്കുകയും ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി അപ്രകാരം നിനക്കെതിരെ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന പൈതൃകപരമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന പൈശാചിക പാരമ്പര്യ ശക്തികളെ വെട്ടി മുന്നേറുവാൻ ഉതകുന്ന ഉയരത്തിൽ അഭിഷേകം ശിഷ്യന്മാർക്ക് കൈമാറുവാൻ തക്കവണ്ണമിടയായി തീർന്നു. ഹല്ലേലൂയ. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. എന്താ അന്യായം? നീ സമ്പാദിച്ചു കൊടുക്കുന്ന നന്മ അനുഭവിച്ച് ജീവിക്കുവാൻ ദൈവം കൂട്ടായി തന്ന ജീവിത പങ്കാളി, അതെ ദൈവം ദാനമായി തന്ന മക്കൾ, ഹല്ലേലൂയ. അതെ സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള വ്യവസ്ഥ ദൈവം വെച്ചിരിക്കുമ്പോൾ ആ വ്യവസ്ഥ അതെ പാലിക്കാതെ ആ ന്യായം തിരിച്ചറിയാതെ ആ ന്യായം അകത്ത് കടക്കാൻ അനുവദിക്കാതെ ഹൃദയത്തെ കുരുടാക്കിക്കൊണ്ടിരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളെ പരാജയപ്പെടുത്തി
ദൈവവചനത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് ജനത്തെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഉയരത്തിൽ അഭിഷേകത്തെ നിന്നെ നിറച്ച് സഹോദരി സഹോദര മാതാവേ കുഞ്ഞെ നിന്നെ നിറച്ച് ഹല്ലേലൂയ നിന്നിലൂടെ നിന്റെ കുടുംബത്തിന് നേരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ പരാജയപ്പെടുത്തി ജയാളിയായി ജീവിക്കുവാൻ ഉതകുന്ന ഒരാത്മമണ്ഡലത്തിലേക്ക് നിന്നെ കൈപിടിച്ച് ഉയർത്തുവാൻ ദൈവം ശക്തനാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ കരമടിച്ച് ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം എന്ത് ചെയ്യത്തില്ല, അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? എന്താണ് ദൈവരാജ്യം? ഭക്ഷണമല്ല, പാനീയമല്ല, പിന്നെയോ നീതിയും സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും. നിന്റെ വീട്ടിൽ നീതി നടക്കണമോ, ന്യായം നടക്കണമോ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടണമോ? ഹല്ലേലൂയ. നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പി. ഹല്ലേലൂയ. സ്വയം വഞ്ചിക്കപ്പെടാതിരിക്കുവാൻ ഈ നാളുകളിൽ നാം പരിജ്ഞാനം പ്രാപിച്ചേ പറ്റൂ. ഹല്ലേലൂയ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, ഹല്ലേലൂയ, നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം? വഞ്ചിക്കാതിരിക്കണം. ഹല്ലേലൂയ. ദുർനടപ്പുകാരുമായിട്ടുള്ള ഇടപാട് നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, വിഗ്രഹാരാധികളുമായിട്ടുള്ള ഇടപാടുകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, വ്യഭിചാരികളുമായിട്ടുള്ള ഇടപാടുകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, സ്വയഭോഗികളുമായി പുരുഷ കാവികളുമായിട്ടുള്ള ഇടപാട് നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നീ അറിയാതെ നിന്നിലുള്ള ആത്മീയ ജീവൻ, ഹല്ലേലൂയ, നഷ്ടപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നിന്നിനകത്തുള്ള പരിശുദ്ധാത്മാവിന്റെ സന്തോഷം നിലയ്ക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഭക്തനായ ദാവീദ് നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടതായി വന്നത്. ഹല്ലേലൂയ. ദൈവം താൻ സ്ഥാപിച്ച ദൈവസഭയുടെ അംഗമായി ജീവിച്ച ദൈവജനത്തോട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിലൂടെ ഇങ്ങനെ ഇടപെട്ടു. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവരായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കെട്ടിയിരിക്കെ നിങ്ങളെ ശുദ്രം ചെയ്ത് മാറ്റിയതാ. അപ്പൊ ശുദ്രപ്രയോഗം ഉണ്ടല്ലേ? രക്ഷിക്കപ്പെട്ടവരെ ശുദ്രം ചെയ്ത് മാറ്റിയത് ആരാണ്? ഹല്ലേലൂയ. ഒരു കാലത്ത് തീവ്രമായി ശക്തമായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടവർ ഇന്ന് ഉറങ്ങിപ്പോയി, മയങ്ങിപ്പോയി. ഹല്ലേലൂയ. ഇത് കേട്ടോണ്ടിരിക്കുമ്പോഴും ഉറങ്ങുന്നവരുണ്ട്. ഹല്ലേലൂയ. ശുദ്രം ചെയ്ത് മാറ്റിയതാരാ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പി. ആദാമും ഹവ്വയുമുള്ള ആ കുടുംബജീവിതത്തിനകത്ത് ദൈവം അവരെ ചോദ്യം ചെയ്തപ്പോൾ ആദം പറഞ്ഞു, നീ എന്നോടുകൂടെ ഇരിക്കാൻ തന്ന, വസിക്കാൻ തന്ന സ്ത്രീ തന്നു, ഞാൻ തിന്നു. സ്ത്രീയോട് ചോദിച്ചപ്പോൾ സ്ത്രീ പറഞ്ഞു, പാമ്പെന്നെ വഞ്ചിച്ചു. ഞാൻ ഇടയ്ക്കൊക്കെ എന്റെ ഭാര്യയോട് ചോദിക്കുമ്പോ ഭാര്യ അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എനിക്ക് കീഴ്പ്പെട്ടിരിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കേണ്ട ഭാര്യ ഭർത്താവിന് കൂടാതെ കണ്ട്, ഭർത്താവിന് ബഹുമാനിക്കാതെ കണ്ട്, ഭർത്താവിനെ അനുസരിക്കാതെ കണ്ട്, തന്നിഷ്ടത്തിൽ തന്റെ അടുക്കൽ വരുന്നവര് ദുർനടപ്പുകാരാണെങ്കിൽ അവരുടെ കൂടെ, വിഗ്രഹാരാധികളാണെങ്കിൽ അവരുടെ കൂടെ, വ്യഭിചാരികളാണെങ്കിൽ എന്റെ ഭാര്യയുടെ ശരീരം വ്യഭിചരിക്കുന്ന ഒരു വ്യക്തിയുമായി പങ്കിട്ടാൽ അവളിലുള്ള ആത്മീയ ജീവൻ നഷ്ടപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവഹിതത്തിനല്ലാത്ത ബന്ധങ്ങളിലൂടെ സഞ്ചരിച്ച നിന്നിലുള്ള ആത്മീയത ചോർന്നു പോകും, നിന്നിലുള്ള അഭിഷേകം ചോർന്നു പോകും, നിന്നിൽ ആത്മീയ മരണം സംഭവിക്കും. അതുകൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ചോദിച്ചത്, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കെട്ടിയിരിക്കെ നിങ്ങളെ ശുദ്രം ചെയ്ത് മായ്ക്കിയതാരാ?
ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ആമേൻ ഉണർവ് ആഗ്രഹിക്കുന്നവരുണ്ട്, ആത്മീയമായി ഉയരുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, കൊതിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. അതെ, വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. എന്താ വ്യർത്ഥ വാക്കുകൾ? ഹല്ലേലൂയ. ചുമ്മാതാണെന്നേ. ആമേൻ. അതെ, ഞാൻ സഹായിക്കാം, ഞാൻ ഹെൽപ്പ് ചെയ്യാം, ഒരാവശ്യം വരുമ്പോ പറഞ്ഞാ മതി, വിളിച്ചാ മതി, ഞാൻ എന്ത് ചെയ്യാം, എല്ലാം ചെയ്യാം. ഹല്ലേലൂയ. എപ്പോഴും സപ്പോർട്ടായിരിക്കും. ആമേൻ. ദൈവസഭയ്ക്കകത്ത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവിക പരിജ്ഞാനത്തിൽ അതെ കേറുവാൻ ദൈവം കണ്ടിരിക്കുന്ന ദൈവജനത്തെ അതെ വഴിതെറ്റിക്കുന്ന പൈശാചിക പോരുകളെ, പൈശാചിക തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വയം വഞ്ചിതരാകാതെ ജീവിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവ കോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നത്. ആമേൻ. ഞാൻ എന്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞല്ലോ, എന്റെ വാക്ക് അനുസരിക്കാതെ തന്നിഷ്ടത്തിന് എപ്പോൾ ആമേൻ എന്റെ ഭാര്യയെ പോകുന്നുവോ അപ്പോൾ അനുസരണം കെട്ടവരുടെ മേൽ ദൈവ കോപം എന്ത് ചെയ്യും? ഹല്ലേലൂയ, വരും. ഹല്ലേലൂയ. പിന്നെ എത്ര പ്രാർത്ഥിച്ചാലും ചില രോഗം മാറത്തില്ല, എത്ര പ്രാർത്ഥിച്ചാലും ആമേൻ ഉറക്കം മാറത്തില്ല, എത്ര പ്രാർത്ഥിച്ചാലും ഉയരത്തില്ല. ആമേൻ. ഉയരണമോ? ആമേൻ. ബലമുള്ള കൈക്കീഴിൽ താണിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന് കീഴ്പ്പെടുക. ദൈവവചനം എന്താ പറയുന്നത്? ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പി. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. ഹല്ലേലൂയ. കീഴടങ്ങിയിരിക്കുവീൻ. ഈ വ്യവസ്ഥ തെറ്റിക്കുന്ന കുടുംബത്തിലാണ് ചതിയനും വഞ്ചകനും ആമേൻ കയറി വരുന്നത്. അവൻ ദുർനടപ്പുകാരനായിരിക്കാം, അവൻ വിഗ്രഹാരാധിയായിരിക്കാം, അവൻ വ്യഭിചാരനായിരിക്കാം, അവൻ സ്വയഭോഗി ആയിരിക്കാം, അവൻ പുരുഷകാമി ആയിരിക്കാം. അങ്ങനെയുള്ളവനുമായി ഇടപഴകുമ്പോ നീ അറിയാതെ നിന്നിലുള്ള ആത്മീയത അതെ മരിക്കുകയാ. അതെ, നീ ക്രമേണ പിന്മാറ്റക്കാരനാ. ഹല്ലേലൂയ. ആത്മീയമായി നീ മുരടിച്ച അതെ ഉയർന്ന് ശോഭിക്കാൻ കഴിയാതെ നീ ബലഹീനമായി നീ മാറ്റപ്പെടുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആമേൻ അത് തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ആമേൻ ഈ മേശയിൽ നിന്ന് ഭക്ഷിക്കുവാനും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുവാനും. അല്ല എങ്കിൽ നീ ബലഹീനരും രോഗികളുമായി മാറ്റപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഹല്ലേലൂയ വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാനിത് പറയുന്നു. ഹല്ലേലൂയ. പിശാച് ഭയങ്കര തന്ത്രശാലിയാണ് കേട്ടോ. ഒരായുധവും നിനക്ക് ഫലിക്കത്തില്ലെന്ന്. നിനക്കെതിരെ ആമേൻ ഉയരുന്ന ഒരായുധവും എന്ത് ചെയ്യില്ല, ഫലിക്കത്തില്ല. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാനിത് പറയുന്നു. ഹല്ലേലൂയ. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ഹല്ലേലൂയ. ആമേൻ. ഏതു വിധേനെന്ന് പറഞ്ഞാൽ അതെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ആമേൻ. അതെ, ഞാൻ പലപ്പോഴും എന്റെ ഭാര്യയോട് പറയാറുണ്ട്, ഞാൻ വിവിധ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ യാത്രയിൽ പോകുമ്പോൾ ആമേൻ, വിവിധ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ദൂരെ പോകുമ്പോൾ ആമേൻ, ഏത് വിധേനയും ഹല്ലേലൂയ നിങ്ങളെ ചതിക്കാൻ ആമേൻ സാധ്യതയുള്ള ലോകത്ത് ആയതുകൊണ്ട് ആമേൻ അതെ, എന്തെങ്കിലും ആവശ്യമായി വന്നാൽ ഹല്ലേലൂയ ചതിയിൽ പെടാതിരിക്കുക. എപ്പോഴും പ്രാർത്ഥനയിൽ ഉച്ചിരിക്കണം, എപ്പോഴും വചനധ്യാനത്തിൽ ഇരിക്കണം, ദൈവമായിട്ടുള്ള ബന്ധം നിലനിർത്തിക്കൊള്ളണം. അല്ലെങ്കിൽ ഏതു വിധേനയും നിങ്ങളെ ചതിക്കുവാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ആദ്യമേ വിശ്വാസത്യാഗം ഹല്ലേലൂയ ആമേൻ സംഭവിക്കുകയും ആമേൻ ഭർത്താവിനോടുള്ള വിശ്വാസം ഹല്ലേലൂയ, ദൈവത്തോടുള്ള വിശ്വാസം, ദൈവവചനത്തോടുള്ള വിശ്വാസം സംഭവിക്കും. ഹല്ലേലൂയ. അവൻ ചതിയനാ. ഹല്ലേലൂയ. ആമേൻ. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. ഹല്ലേലൂയ. നോക്കുക, നാശയോഗ്യൻ
അവൻ വന്നു കഴിഞ്ഞാൽ അവൻ നശിപ്പിച്ചിട്ടേ പോത്തുള്ളൂ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഈ ലൈവിൽ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന വരും ദിവസങ്ങളിൽ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പിശാച് വരുന്നത് നിന്നെ സഹായിക്കാനല്ല, നിന്നെ അനുഗ്രഹിക്കാനല്ല, പിന്നെയോ നിന്നെ ചതിക്കാൻ, നിന്റെ വിശ്വാസം ഇല്ലാതാക്കാൻ, നിന്നെ നശിപ്പിക്കുവാനത്രേ. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. അന്ന് ഭർത്താവ് അറിയാതെ ആമേൻ നീ നടത്തിയ ഇടപാട് കൊണ്ട് ഇന്ന് നിന്റെ ശരീരം രോഗത്താൽ, അതെ നിന്റെ മനസ്സിന് സമാധാനമില്ലാതെ, ഹല്ലേലൂയ, നിന്റെ ഭർത്താവുമായിട്ടുള്ള ആ സന്തോഷത്തിന് വിഘ്നം സംഭവിച്ചു. നേരെ തിരിച്ച് ആമേൻ ഭാര്യ അറിയാതെ ആമേൻ അതേ നീ ഏർപ്പെട്ട ആ വിഷയത്തിനകത്ത് ആമേൻ നിന്റെ ഭാര്യയുമായിട്ടുള്ള വിശ്വാസത്തിൽ, ഹല്ലേലൂയ, ആ സന്തോഷത്തിൽ ആമേൻ ഇന്ന് ആമേൻ കുറവ് വന്ന് ആയിരിക്കുന്ന അവസ്ഥ എന്താണെന്ന് ആമേൻ തിരിച്ചറിഞ്ഞ് ഇന്ന് രാത്രി ബലവാനായ ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ കുറവുകള് ഏറ്റുപറഞ്ഞ് കുറ്റം സമ്മതിച്ച് ആമേൻ ഉയരത്തിൽ അഭിഷേകത്താൽ നിറവ് പ്രാപിക്കുവാൻ, ഹല്ലേലൂയ, ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ആമേൻ. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാനിത് പറയുന്നു. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം. എത്രയോ കുടുംബങ്ങളിലാ ചതി സംഭവിച്ചിരിക്കുന്നത്. ആദാമും ഹവ്വയും സംസാരിച്ചതുപോലെ, ഹല്ലേലൂയ, അവർ നിയമകോടതിയിൽ എത്തുമ്പോ ആമേൻ അവള് കാരണമാ, അവൻ കാരണമാ. ആമേൻ. സ്ത്രീ പറയും, അവൻ എന്നെ ചതിച്ചു, അവൾ എന്നെ ചതിച്ചു, അവൾ എന്നെ വഞ്ചിച്ചു. ഹല്ലേലൂയ. ചതിയിൽപ്പെടുന്നത് പലപ്പോഴും സ്ത്രീകളാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി അതെ നിന്നെ ചതിക്കുവാൻ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ട പിശാച് പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്ത് ഭർത്താക്കന്മാർ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകുമ്പോഴല്ലാതെ നിങ്ങൾ വേറിട്ടിരിക്കരുതെന്ന് പറയുന്നത്. കാരണം പിശാച് ഭയങ്കര ചതിയനാണ്. ആമേൻ. അവൻ ഏത് വിധേനയും നുഴഞ്ഞു കയറും. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ കുടുംബത്തെ വേലി കെട്ടി അതെ ആ വേലിയെ പൊളിക്കുവാൻ ആമേൻ ആമേൻ ഇയ്യോബിനെതിരെ ആമേൻ ദൈവത്തോട് ആമേൻ ആലോചന ചോദിച്ച ദുഷ്ട പിശാച്, ഹല്ലേലൂയ, ആമേൻ ഇന്ന് മൂടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി ഇരിക്കും. ഹല്ലേലൂയ. ചിലരെങ്ങനെയാണെന്നറിയാമോ? എവിടെയെല്ലാം വചനം കേൾക്കാമോ അവിടെയെല്ലാം പോയി കേൾക്കും. ഹല്ലേലൂയ. എവിടുന്നെല്ലാം വചനം കേൾക്കാമോ അവിടുന്നെല്ലാം വചനം കേൾക്കും. കേൾക്കുക മാത്രമല്ല അതെല്ലാം എഴുതിയെടുക്കും. എന്തിനാ എഴുതിയെടുക്കുന്നത്? ഹല്ലേലൂയ. മറ്റുള്ളവരോട് പറയാം, മറ്റുള്ളവരെ നന്നാക്കാം, എന്നാൽ സ്വന്തം കുടുംബത്തെ ആമേൻ സ്വന്തം തലമുറയെ സ്വന്തം ജീവിത പങ്കാളിയെ ഹല്ലേലൂയ ആമേൻ എന്തിന് സ്വയം ഹല്ലേലൂയ ഒന്ന് ചതിക്കാതെ ചതിയിൽപ്പെടാതെ ഇന്ന് പലരും ചതിയിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ്. വചനം കേൾക്കാഞ്ഞിട്ടല്ല, വചനം അറിയാഞ്ഞിട്ടല്ല, ആ വചനത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കാത്തത് കൊണ്ടാണ്. എങ്കിലും വചനം കേൾക്കുക മാത്രം അതേ ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ ഹല്ലേലൂയ അതിനെ ചെയ്യുന്നവരായി ഇരിപ്പിൻ. എന്താ അതിന്റെ അർത്ഥം? വചനം അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി. ഹല്ലേലൂയ. പാപമില്ല, ഞാൻ നീതിമാനാണ്, ഞാൻ എന്റെ ഭാഗമെല്ലാം ക്ലിയറാണ്. അല്ലെ വചനം പറയുന്നു. അങ്ങനെ പറയുന്നുവെങ്കിൽ സത്യം നമ്മിൽ ഇല്ലാതെയായി നമ്മെ തന്നെ എന്ത് ചെയ്യുന്നു? വഞ്ചിക്കുന്നു. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാച് സാത്താനുമെന്ന മഹാസർപ്പമായ പഴയ പാപിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. ഹല്ലേലൂയ. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളെ സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽപ്പൂലയുള്ള ഗോഗ് മാഗോഗ് എന്നവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. ഹല്ലേലൂയ. അപ്പോ ഈ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞ ആമേൻ അതെ ആ പഴയ പാമ്പ് ഹല്ലേലൂയ അവന്റെ ദൂതന്മാർ ഹല്ലേലൂയ ഈ ഭൂമിയിൽ ഊടാടി എത്തിയ സഞ്ചരിക്കുകയാണ്. ആമേൻ. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഘി
കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. ആമേൻ. ഈ യുഗത്തിന്റെ അവസാനത്തിൽ എന്ത് സംഭവിക്കുമെന്ന് അവർ അറിഞ്ഞിരിക്കേണ്ടതിനേക്കാൾ ഹല്ലേലൂയ അതെ വഞ്ചിതരാകാതിരിക്കുക എന്നത് ആമേൻ അതെ ശിഷ്യന്മാരോട് ദൈവത്തിന്റെ ആത്മാവ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വളരെ വ്യക്തമായി പറയും. ഹല്ലേലൂയ. പറഞ്ഞ കാര്യം മനസ്സിലായോ? ലോകത്തിന്റെ അവസാനം എന്ത് സംഭവിക്കാൻ പോകുന്നു? ആമേൻ അതെ അടുത്ത ആണ്ടിൽ ഇന്നത് സംഭവിക്കാൻ പോകുന്നു എന്ന് ആമേൻ പറഞ്ഞ് ജനത്തെ പ്രബന്ധനം കൊള്ളിച്ച് ആമേൻ അതിന് പുറകെ ആളുകളെ കൂട്ടുമ്പോൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ആമേൻ നിന്നെ ചതിക്കുന്ന നിന്നെ വഞ്ചിക്കുന്ന ദുഷ്ട പിശാച് ഉണ്ടാടിക്കൊണ്ടിരിക്കുമ്പോ നിന്റെ തലമുറ നശിക്കാതിരിക്കുവാൻ, നിന്റെ ജീവിത പങ്കാളി നശിക്കാതിരിക്കുവാൻ, നീ നശിക്കാതിരിക്കുവാൻ, നിന്റെ നന്മ അടിച്ചോണ്ട് പോകാതിരിപ്പാൻ ദൈവവചനത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ച് വിശുദ്ധിയിൽ തികഞ്ഞവരായി കർത്താവിന്റെ മടങ്ങി വരവിന് വേണ്ടി ജീവിക്കുവാൻ നീ തയ്യാറാകണം. അല്ല ആനകോള നിരീക്ഷകന്മാർ കണ്ടുപിടിക്കുന്നത് പോലെ സത്യവേദപുസ്തകം വായിച്ചിട്ട് ഇതാ വരാൻ പോകുന്ന സംഭവങ്ങളെ പ്രസംഗിച്ച് ജനത്തെ അതിലേക്ക് നടത്തി ആമേൻ തെറ്റിച്ച് ആമേൻ പോയിക്കൊണ്ടിരിക്കുമ്പോ കുടുംബത്തിൽ തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുകയാ, കൂടപ്പറപ്പ് നശിച്ചുകൊണ്ടിരിക്കുകയാ, ജീവിത പങ്കാളി നശിച്ചുകൊണ്ടിരിക്കുകയാ. അവർ നശിച്ചു പോകാതിരിക്കുവാൻ ആമേൻ ദൈവവചനത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ച് ആമേൻ ഇടിവിൽ നിന്ന് ആമേൻ യുദ്ധം ചെയ്ത് ആമേൻ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ ഉതകുന്ന ഉയരത്തിൽ അഭിഷേകം ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി സുവിശേഷം 16:18 ഹല്ലേലൂയ. ഒന്ന് വായിച്ചേ. മത്തായി സുവിശേഷം 16:18 ഹല്ലേലൂയ. ഈ യുഗത്തിന്റെ അവസാനത്തിൽ എന്ത് സംഭവിക്കുമെന്ന് അവർ അറിഞ്ഞിരിക്കേണ്ടതിനേക്കാൾ ഹല്ലേലൂയ വഞ്ചിതരാകാതിരിക്കുക എന്നത് അതെ അവനെ അനുഗമിച്ച ശിഷ്യന്മാരും വിശേഷ ദൈവമക്കളായിരിക്കുന്ന നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് യേശു കർത്താവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച് അവൻ മനുഷ്യനായി വന്ന് അവനെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരോട് വളരെ വ്യക്തമായി പറയുവാൻ കൊണ്ടുമിടയായി തീർന്നത്. മത്തായി 16:18 നീ പത്രോസാകുന്നു, ഈ പാറമേ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഹല്ലേലൂയ. അപ്പൊ പാതാള ഗോപുരങ്ങൾ ജയിക്കുവാൻ കഴിയാത്ത നിലയിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവസഭയുടെ അംഗമായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ കർത്താവ് പത്രോസിനെ വിളിച്ച് പത്രോസിനോട് പറയുക. ഹല്ലേലൂയ. റോമാലേഖനം 8:37 അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ശ്ലീഹ ദൈവസഭയിൽ അംഗമായി ജീവിക്കുന്ന ദൈവജനത്തോട് ഇങ്ങനെ പറഞ്ഞു, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിൽ ഒക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. പാതി ജയമല്ല, പൂർണ്ണ ജയം. എങ്ങനെയാണ് ഒരുവന് പൂർണ്ണ ജയം പ്രാപിക്കുവാൻ കഴിയുന്നത്? നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോ കർത്താവായ യേശു ക്രിസ്തുവിനെ കൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ജയം പ്രാപിക്കുവാൻ പറ്റത്തില്ല. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിച്ച പൗലോസ് പറഞ്ഞു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവത്രേ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഞാനെന്ന് പറയുന്ന ജഡം, ഹല്ലേലൂയ, ഞാനെന്ന് പറയുന്ന വ്യക്തി, ഹല്ലേലൂയ, അതെ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ പിന്നെ എന്റേതായ ഒന്നിനും പ്രസക്തിയില്ല. ആമേൻ. എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവത്രേ. ഹല്ലേലൂയ. അവൻ അത് ഹവ്വയ്ക്കെതിരെ ഉപയോഗിക്കുകയും വിജയിക്കുകയും ചെയ്തു. അതിനാൽ അവൻ നിങ്ങൾക്ക് എതിരായി ഉപയോഗിക്കും. എന്താ? ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് ആമേൻ അതെ പരിജ്ഞാനം പ്രാപിച്ച ആമേൻ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ശ്ലീഹ ആമേൻ ഉയരത്തിലുള്ളത് ചിന്തിച്ച് ഉയരത്തിൽ തനിക്ക് വേണ്ടി അതെ ഒരുക്കിയിരിക്കുന്ന ആ നീതിയുടെ കിരീടം, വാടാത്ത കിരീടം ആമേൻ അതെ പ്രാപിക്കുവാനുള്ള ലക്ഷ്യത്തോടെ അവൻ ഈ ഭൂമിയിൽ ജീവിക്കുകയാണ്. ഹല്ലേലൂയ. അതിനെതിരെ
ആ കാണുന്നതിനെയല്ല, അവൻ ചപ്പന്നും ചവറന്നും എണ്ണി അവൻ ഓടുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് എന്ത് ചെയ്യുക? ചെല്ലുക. ആമേൻ. എന്തിനു വേണ്ടിയാ? ആമേൻ. അത് സമൃദ്ധിയായ ജീവൻ നമ്മളിൽ ഉണ്ടാകുവാനായിട്ട്. ഹല്ലേലൂയ. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഹല്ലേലൂയ മനുഷ്യനെ തെറ്റിച്ച് കളയുവാൻ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ട പിശാചിന്റെ തലവൻ. ഹല്ലേലൂയ. ആമേൻ. അതെ, പിശാച് ആമേൻ എവിടെയാണ് ആദ്യം കയറിയതെന്ന് വളരെ വ്യക്തമാക്കുന്നു. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നത് പാമ്പെന്നാണ്. ഹല്ലേലൂയ. എന്നാൽ മറ്റു ഭാഗത്ത് സർപ്പം ഹവ്വയെ ചതിച്ചതുപോലെ. ഹല്ലേലൂയ. അപ്പൊ പാമ്പ് എന്ന് പറയുന്നിടത്ത് ആമേൻ പാമ്പ് ആമേൻ പിശാചിന്റെ സിംബല. ഹല്ലേലൂയ. പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. വളരെ ശ്രദ്ധിക്കണം. കുടുംബത്തിന്റെ നാഥനായ ആദാം ഈ ഭൂമിയിൽ കഠിനാധ്വാനം ചെയ്ത് തന്റെ ഭാര്യയെ പോറ്റി പുലർത്തണമെന്നുള്ളൊരു വ്യവസ്ഥ ദൈവം വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആ വ്യവസ്ഥ പാലിച്ചുകൊണ്ട് തന്റെ ഭർത്താവ് ആമേൻ ജോലിയോടുള്ള ബന്ധത്തിലായിരുന്നപ്പോ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു പക്ഷേ ഭർത്താവ് ശുശ്രൂഷകനായിരിക്കാം. ആ ഭർത്താവ് ശുശ്രൂഷ ചെയ്ത് കിട്ടുന്ന നന്മ കൊണ്ടായിരിക്കാം ഭാര്യയും മക്കളെയും പുലർത്തുന്നത്. ഒരു പക്ഷേ ഏതെങ്കിലും കമ്പനിയുടെ ഉദ്യോഗസ്ഥനായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂലിപ്പണി എടുത്തായിരിക്കാം ആമേൻ തന്റെ ഭാര്യയെയും തന്റെ മക്കളെയും പുലർത്തുന്നത്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, ഒന്നാമത്തെ കുടുംബമായ ആദാമിന്റെ കുടുംബത്തെ പൊളിച്ച് അതെ തകർക്കാൻ പിശാച് തന്ത്രം ആമേൻ പ്രയോഗിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആമേൻ. ഭർത്താക്കന്മാർ ശുശ്രൂഷയിലോ ജോലിയിലോ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ ഭാര്യമാർ വീട്ടിനകത്ത് അലസതയോടെ മടിയോടെ ഇരുന്നാൽ ഹല്ലേലൂയ അതെ പിശാച് വന്നിട്ട് അവൻ തന്ത്രപൂർവം ഏത് വിധേനയും അത് തെറ്റിക്കുവാൻ തക്കവണ്ണം ഇടയാണ്. ഇവിടെ ഇതാ ആമേൻ യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. നോക്കണമേ, അത് സ്ത്രീയോട് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട് തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം നിനക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആമേൻ. ഭർത്താവില്ലാത്ത സമയം നോക്കി, ആമേൻ വീട്ടിലെ നാഥനില്ലാത്ത സമയം നോക്കി പലരും വന്ന് ആമേൻ അതും ഇതും പറഞ്ഞ് ആമേൻ സമയം പോക്കുമ്പോൾ ഓർത്തോണം, ആമേൻ നിന്നെ വശീകരിക്കുവാൻ, നിന്നെയും നിന്റെ ശരീരത്തെയും നിന്റെ മനസ്സിനെയും നിന്നിലുള്ള ദൈവകൃപയെയും നിന്നിലുള്ള ആത്മീയതയും ഹല്ലേലൂയ ഇല്ലാതാക്കാൻ അവൻ തന്ത്രപൂർവം അവൻ അല്പം മുമ്പ് ഞാൻ ചില വേദഭാഗങ്ങളിലൂടെ നിങ്ങളോട് സംസാരിച്ചു. അവൻ ഭയങ്കര തന്ത്രശാലിയാണ്. ആമേൻ. അവൻ എന്ത് ചെയ്യും? ഹല്ലേലൂയ. ആമേൻ. അതെ, ഊടാടി സഞ്ചരിച്ച് ആമേൻ അതെ അവൻ ഏത് വിധേനയും നിങ്ങളെ ചതിക്കുവാൻ, ഹല്ലേലൂയ നിങ്ങളുടെ വിശ്വാസം ഇല്ലാതാക്കാൻ, നിങ്ങളെ നശിപ്പിക്കുവാൻ വശീകരണ വാക്കുകൾ ഉപയോഗിക്കും. അവൻ ചതിയനാണ്. ആമേൻ. അവൻ വ്യർത്ഥ വാക്കുകൾ ഉപയോഗിക്കും. ഹല്ലേലൂയ. ആമേൻ. അത് നിമിത്തം അനുസരണം കെട്ടവരുടെ മേൽ ദൈവ കോപം എന്ത് ചെയ്യും? സംഭവിക്കും. ആമേൻ. അന്യായം ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ. അവൻ ആമേൻ ദുർനടപ്പുകാരനാണ്. അവൻ വിഗ്രഹാരാധിയാണ്, അവൻ വ്യഭിചാരിയാണ്, അവൻ സ്വയഭോഗിയാണ്, അവൻ പുരുഷ കാമിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കുടുംബ ജീവിതത്തിനകത്ത് ഉലച്ചിലുണ്ടായി ഇന്ന് സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ നിങ്ങളുടെ കുടുംബ ജീവിതത്തെ ആമേൻ ഐശ്വര്യമായി അനുഗ്രഹിച്ച ആ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾ പ്രാപിക്കാതിരിക്കുവാൻ, നിങ്ങളെ ആമേൻ തകർത്ത് തരിപ്പണമാക്കിയ ദുഷ്ട പിശാചിനെ തിരിച്ചറിഞ്ഞ്
അതിന്മേൽ ജയമെടുക്കുവാൻ നിങ്ങളെ കരുത്തുള്ള മനുഷ്യനാക്കി മാറ്റുന്ന ദൈവ വചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആമേൻ അതിനെ പരാജയപ്പെടുത്തുവാൻ അതെ നിങ്ങളോട് കൂടെയിരിക്കുന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആശ്രയിച്ച് അതിനെ പരാജയപ്പെടുത്തി മുൻപോട്ട് പോകുവാൻ ഇന്ന് രാത്രി ഉയരത്തിൽ അഭിഷേകം ഏറ്റെടുക്കുവാൻ തയ്യാറാണ്. ഹല്ലേലൂയ. ആമേൻ. പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. നോക്കണമേ, ചില സ്ത്രീകൾ പറയും ഞാൻ പറഞ്ഞത് അവനോട് അങ്ങനെ ചെയ്യരുതെന്ന്. നീ പറഞ്ഞാൽ കേൾക്കുവോ? നിന്നെ തകർക്കാൻ വന്നവനോട്, നിന്റെ നന്മ അടിച്ചോണ്ട് പോകാൻ വന്നവനോട് നീ പറഞ്ഞാൽ അവൻ വന്നത് അവനിൽ ഒരാളാക്കി മാറ്റാനാ. പിന്നെ അവനുമായി അവളുമായി ആമേൻ ചങ്ങാത്തം സ്ഥാപിച്ച് ആമേൻ നിന്റെ നന്മ അടിച്ച് ആമേൻ നിന്റെ ആരോഗ്യത്തെ കൊണ്ടുപോയി നിന്നെ നിത്യ രോഗിയാക്കി. ഹല്ലേലൂയ. പിന്നെ ഭർത്താവ് വന്നു കഴിയുമ്പോൾ ഭർത്താവിനോട് ആമേൻ അത് ചേർന്നിരുന്ന് ഭർത്താവിനെയും കൂടെ എന്ത് ചെയ്തു? വീഴിച്ചു കളഞ്ഞു. ഇന്ന് അനേക കുടുംബങ്ങൾ തകർന്ന് തരിപ്പണമാകുന്ന ആമേൻ വഴി സത്യവേദപുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ പരിജ്ഞാനം നീ പ്രാപിച്ച് നിന്റെ തലമുറ ആമേൻ സംശയവും ഉപയോഗിക്കുന്നു. അതിനാൽ നിരായുധരാകാൻ ദൈവവചനത്താൽ നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും സജ്ജമാക്കുക, ഹല്ലേലൂയ, സമ്പുഷ്ടമാക്കുകയും ചെയ്യുന്നതിലൂടെ ആമേൻ നമുക്ക് ജാഗ്രത പാലിച്ച് മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയാണ്. ഹല്ലേലൂയ. ആമേൻ. മത്തായി സുവിശേഷം 4-ാം അധ്യായം 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഈ പിശാച് ആമേൻ ആത്മാവിൽ ജനിച്ച ആത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞ പ്രാവ് ആത്മാവെന്ന പോലെ ആമേൻ ഇറങ്ങി വന്ന് ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്വർഗത്തിൽ നിന്ന് ദൈവം തമ്പുരാൻ പറഞ്ഞ ആമേൻ ദൈവപുത്രനായ യേശുവിനെ പരാജയപ്പെടുത്തുവാൻ ദുഷ്ടപിശാച് ആ ഏദനിൽ വന്നതുപോലെ വരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന് നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. പലപ്പോഴും ഞാൻ ഈ വചനം വായിച്ച് പറഞ്ഞിട്ടുണ്ട്. ആമേൻ. ദൈവ പൈതലേ, നിന്റെ ആത്മീയതയെ ചോദ്യം ചെയ്യുവാൻ, നിന്റെ ആത്മീയതയെ അളക്കാൻ ഹല്ലേലൂയ അതെ പിശാച് നിന്റെ അടുത്ത് വരും. ആമേൻ. അതെ നീ ഹല്ലേലൂയ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നിന്നെ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കും, നിന്നെ കുഴിക്കൊണ്ട് ചാടിപ്പിക്കും. നീ ഭയങ്കര അഭിഷേകമുള്ളവനല്ലേ, നീ പ്രാർത്ഥിച്ച നടക്കാത്ത വല്ലതും ഉണ്ടോ, നീ പറഞ്ഞ കേൾക്കാത്ത വല്ലതും ഉണ്ടോ എന്ന് നിന്നെ തെറ്റിദ്ധരിപ്പിക്കുകയല്ല, ഉള്ള കാര്യമല്ല പറഞ്ഞത്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ അധികാരമുള്ളവനല്ലേ. ലാസറേ പുറത്തു വാ എന്ന് പറഞ്ഞപ്പോൾ പുറത്തു വന്നതല്ലേ. പച്ചവെള്ളം കോരി വിരുന്നുവാഴിക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അതിന്റെ ആ ഗുണം മാറ്റിയവനല്ലേ. അപ്പോ അവൻ കൽപ്പിച്ച കല്ല് അപ്പമാകത്തില്ലേ. പക്ഷെ ഇതാരാ പറയുന്നത്? പിശാച. പലപ്പോഴും അഭിഷക്തന്മാരെ നിന്നോട് ആരാ പറയുന്നതെന്ന് നീ വിവേചിക്കാതെ കൽപ്പിക്കാൻ പോയാൽ നീ പരാജയപ്പെടും. ആദാമിന്റെ ഹവ്വയുടെയും ജീവിതത്തിൽ അതാ സംഭവിച്ചേ. ഹല്ലേലൂയ. ആമേൻ. അത് തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ ആമേൻ പാമ്പ് പറഞ്ഞു നീ തിന്നു നോക്ക്, മരിക്കത്തില്ല. പക്ഷേ പിശാച് തന്ത്രശാലിയാണ്. ഇവിടെ ഇതാ കല്ലിനോട് അപ്പമാകാൻ പറഞ്ഞാൽ അപ്പമാകുന്ന ആമേൻ കർത്താവിനറിയാം. പക്ഷേ പറഞ്ഞതാരാ? പിശാച. ആമേൻ. ആമേൻ. ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, കുഞ്ഞുങ്ങളെ, നിന്നോട് ആരാ ഇടപെടുന്നതെന്ന് നീ തിരിച്ചറിയുന്നില്ലെങ്കിൽ നീ അവന് അനുസരിച്ചാൽ നീ പരാജയപ്പെടും. ഹല്ലേലൂയ. അതിന് അവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട് നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക, നിന്നെ കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. നോക്കണമേ, നീ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ട. നീ വീട്ടിൽ നിന്ന് പോയാൽ വല്ല ആക്സിഡന്റും ഉണ്ടായാലോ, അല്ല നീ ഇറങ്ങിപ്പോയി എത്ര സമയം നഷ്ടമാകും. അതുകൊണ്ട് നിന്റെ വീട്ടിൽ കൊണ്ട് തരൂല. ഹല്ലേലൂയ. ആമേൻ. നിന്നെ ഹെൽപ്പ് ചെയ്യാൻ നീ ആവശ്യപ്പെടാതെ തന്നെ മുമ്പോട്ട് വരൂല. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിജ്ഞാനം പ്രാപിച്ച് ആമേൻ നീ ഇരിക്കുന്നിടത്ത് കൊണ്ടു തന്ന നിന്നെ തകർക്കാൻ പദ്ധതിയുന്ന ദുഷ്ട പിശാചിന്റെ ആമേൻ പദ്ധതിയെ പൊളിച്ചു കളയുക.
ഇടിച്ചു കളയുവാൻ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് യിരെമ്യാവേ, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചവരാ, ഞാൻ നിന്നെ കണ്ടവരാ, ഞാൻ നിന്നെ വേർതിരിച്ചവരാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി അഭിഷക്തരെ, ദൈവദാസി ദൈവദാസന്മാരെ, കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ, ഈ പരിജ്ഞാനം അകത്ത് കയറി ഈ ദിവസങ്ങളിൽ ആമേൻ സൂക്ഷിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം തയ്യാറാകണം. യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്ന മലയിൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും യഹോവയുടെ മഹത്വത്തെയും കാണിച്ചു. വീട് തന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാ എന്ന് അവരോട് പറഞ്ഞു. ആകെ മൊത്തം ടോട്ടൽ യേശു കർത്താവിനെ ഇപ്പോ അവൻ പിശാചിനെ അനുസരിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റണം. ഹല്ലേലൂയ. ഉദ്ദേശം എന്താ? ദൈവത്തെ ആരാധിക്കാവൂ, ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ എന്ന് പഠിപ്പിക്കുന്ന യേശുവിനെ കീഴ്മേ മറിച്ചിടാനുള്ള കുതന്ത്രവുമായിട്ടാണ് പിശാച് അടുത്ത് വന്നിരിക്കുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, സത്യത്തിന് വേണ്ടി നിൽക്കുന്ന, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന, നിത്യതയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറയെയും അതേ തലകീഴായി മറിച്ചിടുവാൻ കുതന്ത്രമായി തന്ത്രമായി അവൻ ഉടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ട പിശാചിന്റെ പ്രവൃത്തികളെ തിരിച്ചറിഞ്ഞ് ജയമെടുക്കുവാൻ തക്കവണ്ണം ഉതകുന്ന ഉയരത്തിന് അഭിഷേകം പ്രാപിപ്പാൻ തക്കവണ്ണം തയ്യാറാകണം. യേശു അവരോട്, സാത്താൻ എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ ഒരു കാര്യം ആമേൻ ഞാൻ പറയട്ടെ. യേശുവിനെ തെറ്റിച്ച് കളയുവാനായിട്ട് വന്ന പിശാചിനെ ശാസിക്കാനായിട്ട് യേശുവിന് മുമ്പ് ജനിച്ച യോഹന്നാൻ അവിടെ വന്നില്ല. ഹല്ലേലൂയ. യേശുവിന് മുമ്പ് ദൈവം ഈ ഭൂമിയിൽ ജനിപ്പിച്ച മോശ വന്നില്ല, ഏലിയാവ് വന്നില്ല, യിരെമ്യാവ് വന്നില്ല, സക്രിയാവ് വന്നില്ല. ഹല്ലേലൂയ. യേശുവിനെ അവൻ പരാജയപ്പെടുത്തുവാൻ അവന്റെ അരികിലേക്ക് വന്ന പിശാചിനെ ശാസിച്ചത് അവൻ തന്നെയാണ്. ഒരു പിശാചിന്റെ പോരാട്ടമുണ്ട്, അല്ലെങ്കിൽ പിശാചിന്റെ ആമേൻ തന്ത്രമുണ്ട്. അതിനകത്ത് എന്റെ തലമുറ പൂട്ടപ്പെട്ട് കിടക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ പൂട്ടപ്പെട്ട് കിടക്കുകയാണ്. അതിനെ ആമേൻ ശാസിക്കാം. നീ തന്നെ ഹല്ലേലൂയ കരുത്തുള്ള മനുഷ്യനായി മാറുവാൻ, നിന്നെ അഴിക്കാനാ, നിന്നെ വിടുവിക്കാനാ ആര് വന്നത്? കർത്താവായ യേശു. അവന്റെ വചനം നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ യേശു കർത്താവ് ആമേൻ ഈ ഭൂമിയിൽ എവിടെ സഞ്ചരിച്ചപ്പോഴും അവിടെയെല്ലാം ഹല്ലേലൂയ നിലവിളി ഉണ്ടായി. അനേകർ ഓടിക്കൂടി. എന്തിനാ? അവനെ കൊണ്ട് പിശാചിന്റെ പ്രവൃത്തികൾ അഴിക്കാൻ കഴിയത്തുള്ളൂ, സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളാകുന്നവർക്ക് ആമേൻ അധികാരം കൊടുത്തു. ഞാൻ ചെയ്യുന്നതിലും അധികം നിങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. അപ്പോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ? ഒക്കത്തില്ല. എന്നാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ? ഒക്കും. എങ്ങനെ? കർത്താവായ യേശു ക്രിസ്തുവിൽ യഥാർത്ഥമായി വിശ്വസിച്ച് ആ പരിജ്ഞാനപ്രകാരം ജീവിക്കുന്നവർക്ക് സാധിക്കും. മനസ്സിലായവർ കരവടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ആമേൻ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നിങ്ങൾക്ക് ഭയവും സംശയവും തോന്നുന്ന ഏത് സമയത്തും അവരെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുകയും വിശുദ്ധ തിരുവെഴുത്തുകളിൽ നിന്നുള്ള വിശ്വാസ വാക്കുകൾ സംസാരിക്കുകയും ചെയ്താൽ പിശാച് വിട്ട് പോകുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തെ അവഗണിക്കുകയോ നിന്ദ്യമാക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ പോലുള്ള വാക്കുകൾ സംസാരിച്ചുകൊണ്ട് ഹല്ലേലൂയ ആരെയും ആമേൻ അതെ നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നിങ്ങളെ തകർക്കാൻ അനുവദിക്കരുത്. ഹല്ലേലൂയ. അവ വേഗത്തിൽ തിരുത്തുക. ദൈവം നിങ്ങളെക്കുറിച്ച് തന്റെ വചനത്തിൽ എന്താണ് പറഞ്ഞതെന്ന് അവരെ അറിയിക്കുക.
ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ അതെ എപ്പോഴും ഉത്സവമുള്ളവരായിരിക്കുക. ഹല്ലേലൂയ. എപ്പോഴും പരിശുദ്ധാത്മാവുമുള്ള കൂട്ടായ്മയിൽ നിരന്തരം അതെ ബന്ധപ്പെടുന്നവരായിരിക്കുക. ഹല്ലേലൂയ. അങ്ങനെ ആയിരിക്കുന്നവർക്ക് മാത്രമേ എപ്പോഴും വിജയിക്കുവാൻ കഴിയത്തുള്ളൂ, എപ്പോഴും ജയിക്കുവാൻ കഴിയത്തുള്ളൂ. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. പ്രാർത്ഥിക്കാം, കണ്ണുകൾ അടയ്ക്കാം. ഹല്ലേലൂയ. ആമേൻ. എത്ര സമയം കേട്ടുകൊണ്ടിരുന്ന ദൈവവചനത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ചുകൊണ്ട് ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ആശ്രയിച്ച് ഹല്ലേലൂയ ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിനാൽ സമർപ്പിച്ചാട്ട്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, പ്രചോദനാത്മകമായ അവിടുത്തെ വചനം ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ചതിനായി നന്ദി പറയുന്ന കർത്താവേ, അങ്ങയിൽ അതെ ആശ്രയിച്ച് ജീവിക്കുവാൻ ഹല്ലേലൂയ അങ്ങയുടെ വചനപ്രകാരം അവിടുത്തെ വ്യവസ്ഥയിലൂടെ ജീവിക്കുവാൻ ഇന്ന് രാത്രി മനസ്സോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗമേ അങ്ങ് അവിടുന്ന് അനുഗ്രഹിച്ചാൽ യേശുവിന്റെ നാമത്തിൽ ആശ്രയിച്ച് അതെ പ്രാർത്ഥനയിൽ ഉത്സാഹമുള്ളവരാണ് ദൈവവചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് ഉയർന്നു വരുന്ന വെല്ലുവിളികളെയും പിശാചിന്റെ തന്ത്രങ്ങളെയും തിരിച്ചറിഞ്ഞ് അതിന്മേൽ ജയമെടുത്ത് ജീവിക്കുവാൻ ഉതകുന്ന ഒരാത്മമണ്ഡലം ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടുന്നവരുടെ അങ്ങ് പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല എന്നുള്ള ആ തിരുവചന പ്രകാരം ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ശത്രുവായവൻ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ഉയർത്തി വെച്ചിരിക്കുന്ന സകല പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള ഉയരത്തിലെ കൃപയാ ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടുന്ന ചിലർ നിറയപ്പെടുവാൻ തക്കവണ്ണമിടയായി തീരട്ടെ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾ ഒരിക്കലും ദോഷം വരുത്തുകയില്ല എന്ന് അരുളി ചെയ്ത ആ നസ്രനായ യേശു ക്രിസ്തുവിന്റെ ആ വചന പരിജ്ഞാനത്തോടെ കുടുംബജീവിതത്തെ, തലമുറകളെ, ജീവിത പങ്കാളിയെ വശീകരിച്ച് തകർത്ത് നന്മയെ ചോർത്തുന്ന ദുഷ്ട പിശാചിനെ, ആ കള്ള പിശാചിനെ പരാജയപ്പെടുത്തുവാൻ ഉതകുന്ന ഉയരത്തെ അഭിഷേകത്തെ ജനം നിറയപ്പെടട്ടെ. ഇന്ന് രാത്രി അങ്ങയുടെ നാമം ചൊല്ലി ദൈവത്തെ അനുഗ്രഹിക്കുക. സ്വർഗം അത്ഭുതങ്ങളെ ചെയ്യുക. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടത് ദൈവവചനത്തിൽ വേരൂന്നി വളരുക. ഇന്ന് രാത്രി നിങ്ങൾക്ക് ഈ മെസ്സേജ് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങളുടെ കൂടപ്പുറപ്പിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുണ്ടെങ്കിൽ 9744703489 എന്ന നമ്പറിൽ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ് സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ നന്ദിയും വന്ദനവും അറിയിച്ചുകൊണ്ട് ശുഭരാമ.